ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചായ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങിയ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ട ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ആലു ഒന്ന് കട്ട് ചെയ്തിട്ട് വേകാൻ വെക്കുക. ഒരു 2 വിസിൽ വന്നാൽ മതി. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആനിയന്, പിന്നെ കൊറിയൻഡർ ലീഫ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ആട്ട നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. ഇച്ചിരി ഉപ്പിട്ടിട്ട് വെക്കാം. അപ്പോഴത്തേനും ഞങ്ങളുടെ ആലു വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതിനൊന്ന് സ്മാഷ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ചില്ലി പൗഡർ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ചില്ലി പൗഡർ ഇഷ്ടമല്ലാത്തവർ ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിട്ടാൽ മതിയും. പിന്നെ അതിന് ഇച്ചിരി കൊറിയൻഡർ ലീഫും പിന്നെ ആനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്കതിന് നന്നായിട്ടൊന്ന് കയ്യിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഞങ്ങൾ ആട്ട എടുത്ത് വെച്ചതിന് ഞങ്ങൾ ദോശമാവിൻ്റെ ടൈപ്പിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിന് ദോശമാവിൻ്റെ ടൈപ്പിലേക്ക് ആക്കിയെടുക്കാം. കയ്യിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലൊന്ന് ഇട്ട് കരക്കിയാൽ മതി. അതൊന്ന് മിക്സായി വരും. അത് മിക്സായി വന്ന് തന്നെ ഞങ്ങൾ അവിടെ ആലു മസാല റെഡിയാക്കി വെച്ചത് ഈ മിക്സിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മാവും ആ മസാലയും ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി വെക്കുക. അപ്പോൾ ഈ ടെക്സ്ചറിൽ അത് വരും. അപ്പോൾ എന്നിട്ട് ഞങ്ങൾക്കൊരു തവായിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ദോശ പാരണ മാതിരി ഒന്ന് പാർന്ന് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. കുട്ടികൾക്കും നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പറയാം. പിന്നെ 4 മണിക്ക് ചായക്കും കൂടി ഇതുണ്ടാക്കി തിന്നാം. നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈസി ഉണ്ട് റെസിപ്പി. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൈ ഗൈസ്.